വ്യാഴത്തിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? സാധ്യമല്ലാത്ത രസകരമായ ആ യാത്രയെക്കുറിച്ച് നോക്കാം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ആണ് വ്യാഴം. ഏതാണ്ട് 1325 ഭൂമി വളരെ ഈസി ആയി വ്യാഴത്തിൽ ഫിറ്റ് ചെയ്യാം. നിഗൂഢ ഗ്രഹം ആയ വ്യാഴത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിങ്ങൾ വ്യാഴത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചു എന്ന് കരുതൂ. എന്ത് സംഭവിക്കും? ചവിട്ടി നിൽക്കാൻ മണ്ണ് ഇല്ലാത്ത വാതക ഭീമൻ ആണ് വ്യാഴം. അവിടെ നിങ്ങൾ നേരെ താഴേക്കു പോകുമോ? പോകുന്ന വഴിക്ക് എന്തെല്ലാം കാണാം? നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു സാധാ സ്പേസ് സൂട്ടും ഇട്ട് നിങ്ങൾ ഇറങ്ങിയാൽ എന്തു സംഭവിക്കും? നോക്കണ്ട, നടക്കില്ല. വ്യാഴത്തിന്റെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ മുകളിൽ വച്ച് തന്നെ റേഡിയേഷൻ അടിച്ച് നിങ്ങൾ കരിഞ്ഞു മരിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് ബോറല്ലേ? ഒരു സ്പെഷ്യൽ സ്പേസ് സൂട്ട് നിങ്ങൾക്ക് ഉണ്ട്. എന്തായാലും ഇറങ്ങിയിട്ട് തന്നെ കാര്യം എന്ന് വെക്കൂ. ഇനിയാണ് രസം. ഏകദേശം 1,80,000 കിലോമീറ്റർ വേഗതയിൽ നിങ്ങൾ വീണുകൊണ്ടേയിരിക്കും. ഭൂമിയിൽ നിന്നുള്ള ആകാശചാട്ടത്തിന്റെ എത്രയോ ഇരട്ടി വേഗത്തിൽ. കാരണം സൂര്യന് കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള ഗ്രാവിറ്റി വ്യാഴത്തിന്റെ ആണ്. ഈ വീഴ്ചയിൽ നിങ്ങൾക്ക് സൂര്യനെ കാണാം, പക്ഷെ ചൂട് അശേഷം ലഭിക്കില്ല. ഏകദേശം 250 കിലോമീറ്റർ താഴെ അമോണിയ മേഘങ്ങൾ തീർത്ത ആവരണം ഉണ്ട്. തണുപ്പ് -150 ഡിഗ്രി. മണിക്കൂറിൽ 482 വേഗതയിൽ അടിക്കുന്ന നല്ല വർണ്ണാഭമായ ഭീമൻ കൊടുങ്കാറ്റിൽപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ. ഇതിന് കാരണം സ്വന്തം അച്ചുതണ്ടിൽ ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹം വ്യാഴമാണ്. വ്യാഴത്തിലെ ഒരു ദിവസം ഭൂമിയിലെ 9:30 മണിക്കൂറാണ്. ഈ പ്രദേശത്തു നിന്നും ഏകദേശം 120 കിലോമീറ്റർ കൂടി താഴെ വരെ മാത്രമേ നമ്മുടെ പര്യവേഷണ വാഹനങ്ങൾ എത്തിയിട്ടുള്ളൂ. 1995 നാസ അയച്ച ഗലീലിയോ ഇവിടെ വരെ എത്തി. വ്യാഴത്തിന്റെ ഭീമൻ അന്തരീക്ഷ മർദ്ദത്തിൽ തവിടുപൊടി ആയി ഈ നരകത്തിൽ എവിടെയോ അമർന്നു തൂങ്ങിക്കിടക്കുന്നു, വട്ടം ചുറ്റുന്നുണ്ട് ഇപ്പോൾ. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഇനിയും താഴേക്ക് നിങ്ങൾ ഇറങ്ങി എന്നിരിക്കട്ടെ. കൂരാക്കൂരിരുട്ട് നിറഞ്ഞ പ്രദേശത്തേക്ക് ആണ് നിങ്ങൾ ഇറങ്ങുന്നത്. ഇടവിട്ട് ഉണ്ടാകുന്ന അതിശക്തമായ മിന്നൽ പിണരുകൾ മാത്രമായിരിക്കും ഏക വെളിച്ചം. കൂടാതെ അന്തരീക്ഷം വല്ലാതെ ചൂട് പിടിച്ചുവരുന്നു. മർദ്ദം ഭൂമിയേക്കാൾ 1000 മടങ്ങ്. മറിയാന ട്രെഞ്ചിൽ ഇറങ്ങാൻ ഉപയോഗിച്ച അന്തർവാഹിനിയുടെ അത്ര കട്ടിയുള്ള സ്പേസ് സൂട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം തവിടുപൊടി. പക്ഷേ നിങ്ങൾക്ക് സ്പെഷ്യൽ സൂട്ട് ഉണ്ടല്ലോ, കാര്യങ്ങൾ എളുപ്പമായി. ഇപ്പോൾ നിങ്ങൾ 12 മണിക്കൂറായി താഴേക്ക് വീണുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ഇനി വീട്ടിൽ ഉള്ളവരെ വിളിച്ച് നിങ്ങൾ ഇവിടെ എത്തിയ കാര്യം അറിയിക്കാം എന്ന് കരുതുക. നടക്കില്ല. വ്യാഴത്തിന്റെ അന്തരീക്ഷം എല്ലാ റേഡിയോ സിഗ്നലുകളും വിഴുങ്ങും, ഒന്നും പുറത്തുവിടില്ല. നിങ്ങൾ പിന്നെയും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രഷർ അതിഭീകരമാണ്. ഏകദേശം വ്യാഴത്തിന്റെ അകക്കാമ്പിന്റെ അരികിൽ എത്തി. ഭൂമിയുടേതിനേക്കാൾ 2 ലക്ഷം മടങ്ങ് അന്തരീക്ഷ മർദ്ദത്തിൽ ആണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. വാതകവും അല്ല, ദ്രാവകവും അല്ലാത്ത അന്തരീക്ഷം. വസ്തുവിന്റെ ഈ പ്രത്യേക അവസ്ഥക്ക് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എന്ന് പറയും. ചൂട് സൂര്യന്റെ ഉപരിതലത്തിലെ അതേ ചൂട്. ഇനിയും താഴേക്ക് തന്നെ പോകാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സംഗതിയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും അപൂർവ നിഗൂഢ സാധനം, മെറ്റാലിക് ഹൈഡ്രജൻ. ഹൈഡ്രജൻ പ്രഷർ കൊണ്ട് മെറ്റൽ ആയിരിക്കുകയാണ്. സൂപ്പർ ഗ്ലൂ നിറച്ച സ്വിമ്മിംഗ് പൂളിൽ ചാടിയ അവസ്ഥയിൽ ആയിരിക്കും നിങ്ങൾ. രക്ഷപ്പെടാൻ അശേഷം സാധ്യതയില്ല. പക്ഷേ നിങ്ങൾക്ക് സ്പെഷ്യൽ സൂട്ട് ഉണ്ട്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട നിങ്ങൾ ആകാംക്ഷ കൊണ്ട് പിന്നെയും 1000 കിലോമീറ്റർ പിന്നെയും താഴേക്ക് പോയി. അതാ കാണുന്നു അതിഭീമൻ മർദ്ദം കൊണ്ട് കട്ടിയായ വ്യാഴത്തിന്റെ അകാമ്പ് കോർ. തൃപ്തനായ നിങ്ങൾക്ക് എങ്ങനെയും തിരികെ ഭൂമിയിലേക്ക് പോകണം. പക്ഷെ കുടുങ്ങി സഹോ. ഈ പ്രഷറിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് എത്തിക്കാൻ ശക്തിയുള്ള യാതൊന്നും പ്രപഞ്ചത്തിൽ ഇല്ല. നിങ്ങളെ ഒരു കെയർ കൊണ്ട് കെട്ടി മറ്റേ അറ്റം ഭൂമിയിൽ കെട്ടി വലിച്ചാലും രക്ഷയിൽ. എന്നേക്കുമായി അവിടെ അങ്ങനെ. അതാണ് വിധി. നോക്കിയിട്ട് ഒക്കെ ഇറങ്ങേണ്ട. ഇവിടെയൊക്കെ ചുമ്മാ ഒരാൾ വിളിച്ചെന്നു പറഞ്ഞു.